മധ്യപൂർവ്വദേശത്ത് സമാധാനം കൈവരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രണ്ടാമത് ദുബായ് രാജ്യാന്തര സമാധാന സമ്മേളനം സമാപിച്ചു. ലോകത്ത് സമാധാനവും സാന്ത്വനവും ഇസ്ലാമിലൂടെ നൽകണമെന്ന സന്ദേശമാണ് സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെച്ചത്. വേൾഡ് ട്രേഡ് സെന്ററിലെ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ ഹാളിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് റാഷിദ് അൽ മക്തൂമാണ് 3 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇസ്ലാമിലൂടെ ലോകത്ത് സമാധാനവും സാന്ത്വനവും നൽകണമെന്ന ആശയമാണ് സമ്മേളനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സമാധാനം എന്ന് നമ്മൾ പറയുമ്പോൾ പൊതുവേ ലോകത്തിൻ്റെ മുന്നിൽ വരുന്ന ചിത്രം യുദ്ധമില്ലാത്ത അവസ്ഥയാണ്. അത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമാണ് യുദ്ധമില്ലാത്ത അവസ്ഥ എന്നുള്ളത്. മറിച്ച് വൈയക്തിക തലത്തിൽ മനുഷ്യനെ അസമാധാനത്തിൻ്റെ അശാന്തിയുടെ ഒരുപാട് തലങ്ങൾ നേരിടുന്നുണ്ട്. അതേപോലെ കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയവുമെല്ലാമായ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും ദിവ്യമായ പരിഹാരമാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ സമർപ്പിക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് സമാധാന എക്സിബിഷനും സയൻസ് എക്സിബിഷനും സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ലോകം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളായാണ് കേരളത്തിൽ നിന്നെത്തിയ സംഘം സമാധാന എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. സയൻസ് എക്സിബിഷന്റെ ഭാഗമായി ഒരുക്കിയിരുന്ന പ്ലാനറ്റോറിയവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. 2 ലക്ഷത്തിലധികം ആളുകൾ ഇത്തവണ സമ്മേളനം സന്ദർശിച്ചെന്ന് സംഘാടകർ അറിയിച്ചു. മനോരമ ന്യൂസ്, ദുബായ്.